ഇതൊന്നും പറ്റി രണ്ടുപേരും മാത്രം സുഖമില്ലല്ലോ. ഒരു കറണ്ട് കേട്ട് കണ്ണം തന്നെ സ്കൂളിലോട്ടത്തിൽ തോറ്റു. അന്ന് കളിപ്പറമ്പില് വിൻചാന്റെ കൂടെ ഓടി ജയിച്ചതാ. എന്നിട്ട് ആളിപ്പോ സുബിച്ചാന്റെ കൂടെ ഓടി തോറ്റുപോയി. അയ്യോ തോറ്റ ചിരിക്കണ്ടേ? നീ കേട്ടിട്ടില്ലേ, തോറ്റവന്റെ ചിരിയാണ് മോനെ ചിരി. ഛേ ഇതൊരു മാതിരി. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ തോറ്റേ? പേടിച്ചാ? ഏയ് കണ്ണഞ്ചാണ്ട് പേടിയൊന്നുമില്ല. കണ്ണഞ്ചാന്റെ തൗസൂര്യപ്പ ആകെ നാണക്കേടായി. പിന്നെ അങ്ങനെ തോറ്റു. കണ്ണൻ ചേട്ടാ വേന പച്ച വെച്ച നീറൂട്ടാ. കാലും പൊട്ടിയാ? ആകെ മൊത്തം പൊട്ടി പൊളഞ്ഞല്ലേ കണ്ണ. വേറെ ചില പിള്ളേരുണ്ട്, അവർക്ക് പേടി ഇത്തിരി കൂടുതലായിരിക്കും. അവർക്ക് കുറച്ച് കഴിവും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. ഈ കഴിവൊന്നും പുറത്തിറക്കാൻ പറ്റാതെ അവര് തോറ്റ് നരകിച്ച് വട്ടാവും. അപ്പൊ പേടി മാറാനുള്ള വഴി പറഞ്ഞു. നന്നായിട്ട് ഇത് എന്നോട് തന്നെ ചോദിക്കണം. ഈ പേടിയൊന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഈ പേടി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ സൈക്കിൾ ഓടിക്കലും പിന്നെ നീന്തൽ ഓടിക്കലും ഒക്കെ ചെയ്യൂലേ, അതുപോലത്തെ ഒരു സാധനം. ഒരിക്കൽ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. അതെ, എനിക്ക് മനസ്സിലായില്ല മഞ്ജുളൻ ചേട്ടാ. എടാ അതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? പിള്ളേർ എത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറയില്ല മഞ്ജുളോട്ടാ. എടാ നിങ്ങൾ ഈ ബൈക്കൊക്കെ കണ്ടില്ലേ, സ്കൂട്ടർ സൈക്കിളല്ല, അതിന്റെയൊക്കെ പുറകിലെ ചക്രം ശക്തി ഉപയോഗിച്ച് തിരിയുന്നതുകൊണ്ട് മുന്നിലെ ചക്രം തിരിഞ്ഞോടി ആദ്യം എത്തണം. അങ്ങനെ നമ്മുടെ പുറകിൽ ആരെങ്കിലും ശക്തമായി നിന്നാ നമുക്ക് ഓടി മുന്നിലെത്താം. ആർക്കും, ഈ പേടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്കും വേണമെങ്കിലും എത്താം. പുറകിൽ കയറിയിരുന്നിട്ട് എന്നിട്ടാണ്? എടാ അതിപ്പോ നല്ലൊരു ചങ്ങായി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അവൻ വിചാരിച്ചാൽ മതിയല്ലോ, നമ്മൾ രക്ഷപ്പെടും. ബിജു തടപ്പോയി. അല്ല അമ്മ എന്ത് പണി കാണിക്കണേ? അത് ഈ വയ്യാത്ത നേരത്ത് മാറിയേ. എനിക്ക് ഞാൻ ഇത് കുറച്ചും കൂടി അല്ലേ ഉള്ളു, ഞാൻ അരച്ചോളാം. എന്ത് കുറച്ചുകൂടെ? അതും ഈ വയ്യാത്തപ്പോഴാണോ ഇതൊക്കെ ചെയ്യണേ? എനിക്കമ്മേ എനിക്ക് ഈ ഉഴുന്നൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? ഗുളിക മേടിക്കാൻ പോയ അതിൽ ബാക്കി കാശുണ്ടായിരുന്നു, അതിന് മേടിച്ചതാണ് ഞാൻ. എന്തോരം പണിയെടുത്ത ഞാനാണ്. എനിക്കിപ്പൊ പണിയെടുക്കാൻ പാടില്ലാണ്ടായല്ല. അയ്യോ എന്റെ മോനെ പച്ചപ്പയറും കഞ്ഞിയും കുടിക്കണ കണ്ടിട്ട് ഞാൻ മോന് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. ആ
നാളെ ചമ്മന്തി ഉണ്ട് കേട്ടാ. ആ. കിട്ടിയോടാ? ആ റോസാ ചെടിയിലെ പൂ ആരാണോ പൊട്ടിച്ചേ? നല്ല പൂവായിരുന്നു, കഷ്ടായി. അമ്മ ഞങ്ങളെ പോണ്ടാ. എടാ നീയല്ലടാ പൊട്ടിച്ച് എന്നോ കണ്ടാ നടന്നു. നീ ശരിക്കും മറന്നേ? കേട്ടേ തന്നെ പുസ്തകമാണ് ചേട്ടാ. സത്യം മറത്തല്ല കൂട്ടിത്തെറിക്കൂട്ടാ. ഇത് കത്ത് വെച്ച പുസ്തക രമയ്ക്ക് കൊടുക്കാൻ. നിനക്ക് വട്ടാ നീ വന്നേ? നീയേ ഇന്ന് ഉച്ചക്കഞ്ഞി മേടിക്കണം. ഇന്നേ എൻ്റെ അച്ഛമ്മ ദോശ ഞാൻ വന്നിട്ടുണ്ടെങ്കിലുണ്ട്. എൻ്റെ കോഴിമട്ടി ഉണ്ട്. നമുക്ക് വരാൻ നിന്ന് കഴിക്കറാ. ദേ റിബൺ കെട്ടി കാറാണ് ചേട്ടാ. നോക്കടാ കല്യാണം അല്ലടാ. എന്താ കണ്ണാ രാത്രി ഒരു ചുറ്റിക്കളി? അല്ല, നാളെ അവന്റെ പിറന്നാളല്ലേ, അപ്പൊ അവന് സമ്മാനം കൊണ്ടുവന്നാണ്. നാളെ രാവിലെ കൊടുത്താ പോരെ ഈ രാത്രിയില്? അതല്ല, അവന് നീ ഏട്ടിക്കാൻ. ആ ആ ഇത് നീ ഉണ്ടാക്കിയതാ? നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ എന്നാ ശരി. അല്ല പോണ്ട, ഇങ്ങോട്ട് വാ. വല്ല ഇഴജന്തുക്കളുണ്ടാവും. വാടാ. ചോറിന് നീ ചോറുണ്ടോ? എന്താ കൂട്ടാൻ? പരിപ്പറി. നേരത്തെ പോയിട്ട് ഉറങ്ങിക്കോട്ടാ. നാളെ രാവിലെ നമുക്ക് അവൻ ഞെട്ടിക്കണ്ടേ? പൊക്കോ.